Hello there, welcome to another video of Learn with Sir. So, we will study mass moment of inertia concept. We already parallel axis theorem, perpendicular axis theorem. So, we will study module 3, KTU syllabus mechanics module 3 last portion mass moment of inertia. So, in this video, we will study mass moment of inertia. We will study mass moment of inertia of moon sections. Moon sections are derivation. So already inertia is every body continue in a state of rest or of uniform motion unless unbalanced force or effect change okay, Newton's law അനുസരിച്ച്. അപ്പം എല്ലാ ബോഡിക്കും എന്താണ് എപ്പോഴും ഒരു യൂണിഫോം മോഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു റെസ്റ്റിലിരിക്കാനായിരിക്കും ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ എപ്പോഴെങ്കിലും അത് ചേഞ്ച് വരുമ്പോൾ അതായത് ഒരു എക്സ്റ്റേണൽ അൺബാലൻസ് ഫോഴ്സ് വരുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത് റെസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസിന് ആ ബോഡിയുടെ ആ ഒരു റെസിസ്റ്റൻസിന് അതായത് ആ മോഷൻ യൂണിഫോം മോഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ബോഡിയെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് എന്താണ് ആ ബോഡി കൊടുക്കുന്നൊരു റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറെഡി ഏരിയ ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ വരുന്ന മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അപ്പം ട്രാൻസ്ലേറ്ററി ഇനേർഷ്യ ഉണ്ട്, അതുപോലെ എന്താണ് റൊട്ടേഷണൽ ഇനേർഷ്യ ഉണ്ട്. അപ്പോൾ ട്രാൻസ്ലേറ്ററി ഇനേർഷ്യ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ആ മാസ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു ബോഡിയുടെ മാസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ട്രാൻസ്ലേറ്ററി ഇനേർഷ്യ നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ റൊട്ടേഷണൽ ഇനേർഷ്യ, ആ ഒരു ബോഡിയുടെ റൊട്ടേഷണൽ ഇനേർഷ്യ നമ്മൾ എന്താണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ആ ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൊണ്ടിട്ടാണ് നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പാണുള്ള, ഒന്ന് ട്രാൻസ്ലേറ്ററി ഇനേർഷ്യ, മറ്റൊന്ന് റൊട്ടേഷണൽ ഇനേർഷ്യയാണ് വരുന്നത്. ഇനി എന്താണ് നമുക്ക് രണ്ട് ഷേപ്പ് കൺസിഡർ ചെയ്യാം, അതായത് ഒരു റെക്ടാങ്കിളും ലൈക്ക് ഒരു സിലിണ്ടറും കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മാസ് രണ്ടും സെയിം ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. രണ്ട് ഡിഫറെൻറ്റ് ഷേപ്പാണ്, പക്ഷേ മാസ് രണ്ടും സെയിം ആണ്, എം ആയിട്ട് നിങ്ങൾക്ക് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആക്സസും വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് കാണിക്കാം. ഇതിൻ്റെ ആക്സസ് നമ്മൾ സെയിം ആയിട്ടാണ് എടുത്തേക്കുന്നതെന്ന് വെച്ചു. പക്ഷേ നമുക്കറിയാം ഇതിൻ്റെ റെസിസ്റ്റൻസ് ടു റൊട്ടേഷൻ, ഓക്കെ, അതായത് ഓരോ ഷേപ്പും റൊട്ടേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് രീതിയിലാണ്. ഓക്കെ, അത് ഓൾറെഡി നമ്മൾ പാപ്പസ് കേർണേഴ്സ് തിയറി ഒക്കെ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ബോഡിയും റൊട്ടേറ്റ് ചെയ്യുന്ന എന്താണ് രണ്ട് രീതിക്കാണ് അല്ലേ. ഇവിടെ നോക്കിക്കേ, ഒരു കോൺ റൊട്ടേറ്റ് ചെയ്യുന്ന കണക്കല്ല ഒരു സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റൊട്ടേഷൻ അബൌട്ട് ദ ആക്സസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്പ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. റെസിസ്റ്റൻസ് റൊട്ടേഷനും അതനുസരിച്ചിട്ട് എന്തായിരിക്കും മാറിയായിരിക്കും വരുന്നത്. അപ്പോൾ ഒരു എന്താണ് ഒരു കോണിനകത്ത് റെസിസ്റ്റൻസ് കൊടുക്കുന്നതായിരിക്കും കണക്കായിരിക്കത്തില്ല ഒരു സിലിണ്ടർ റെസിസ്റ്റൻസ് കൊടുക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് റൊട്ടേഷൻ അബൌട്ട് ആക്സസ് ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആണെങ്കിൽ എന്താണ് നമുക്ക് റെസിസ്റ്റൻസ് റൊട്ടേഷൻ അബൌട്ട് ആൻ ആക്സസ്, ഇപ്പോൾ ഈ ഒരു ആക്സസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആക്സസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് എന്താണ് ഇൻ്റഗ്രൽ ഡി എം ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ് നമുക്ക് വിളിക്കാം. ഓക്കെ, ഇൻ്റഗ്രൽ ഡി എം ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പഠിച്ചിട്ടുള്ളത് ഇൻ്റഗ്രൽ ഡി എ ഇൻറ്റു എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞു. അതായത് ഡി എ വാസ് ദ ഏരിയ ദർ. ഇവിടെ എന്താണ് മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്, വി ആർ കൺസിഡറിങ് ദ മാസ് ഓഫ് ദ എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഡി എം ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വരുന്നത്. എക്സ് അവിടെ എച്ച് ആയിരുന്നു, ഹൈറ്റ് ആയിരുന്നു എന്ന്, ഇവിടെ എക്സ് സ്ക്വയർ ആ ഒരു ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ആക്സസിൽ നിന്ന് എടുക്കുന്ന ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇവിടെ എടുക്കുമ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് റൊട്ടേഷൻ അബൌട്ട് ആക്സസ് ഇൻ്റഗ്രൽ ഡി എം ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ് വരും. ദാറ്റ് ഈസ് എന്താണ് ഡി എം എന്ന് പറയുമ്പോൾ എലമെൻ്റൽ മാസാണ്. ഓക്കെ, ആ ബോഡിയുടെ എലമെൻ്റൽ മാസാണ്. എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സസുമാണ്. ഓക്കെ, അപ്പോൾ മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എം ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം. മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് എന്ന് പറയുന്നതാണ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ എന്തായിരുന്നു മീറ്റർ റേസ് ടു 4 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് അതാണ്. യൂണിറ്റ് വരുമ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എം ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന ഇക്വേഷൻ ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ എന്ന് പറയുമ്പോഴത്തേക്ക് റൂട്ട് ഐ ബൈ എം ആണ് വരുന്നത് അല്ലേ. നമുക്ക് നേരത്തെ അവിടെ എന്താണ് എല്ലാം ഏരിയയുടെ ടേംസിലായിരുന്നു റേഡിയസ് ഓഫ് ഗൈറേഷൻ ഒക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എം ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് ആൻ ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് d and parallel to centroidal axis equal to sum of the moment of inertia about the centroidal axis and the product of mass and square of distance between the parallel axis. നമ്മൾ ഓൾറെഡി ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പഠിച്ച സമയത്ത് പാരലൽ ആക്സസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സസ് തിയറവും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ എന്തായിരുന്നു പഠിച്ചത് ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ ആണ് പഠിച്ചിരുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി. ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണല്ല മാസിൻ്റെ ടേംസിലായിരിക്കും. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സസ് ഐ ജി. ഓക്കെ, ആൻഡ് എന്തായിരുന്നു അവിടെ എ എച്ച് സ്ക്വയർ ആയിരുന്നു, ഏരിയ ഇൻറ്റു ഹൈറ്റ് സ്ക്വയർ ആയിരുന്നു. ഇവിടെ എം ഇൻറ്റു ആ മാസ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ ആക്സസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ മാറുന്നത് എങ്ങനെയാണ് ഐ ഈസ് ഈക്വൽ ടു ഐ ജി പ്ലസ് എം ഡി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പാരലൽ ആക്സസ് തിയറം വരുമ്പോഴത്തേക്കും ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ ആണ്. അവിടെ ഏരിയ കൺസിഡർ ചെയ്തു, ഇവിടെ നമ്മൾ മൊമെൻറ്റ് മാസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇനി മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് നമുക്കൊരു റിംഗ് ഓഫ് റേഡിയസ് ആറും അതുപോലെ എന്താണ് ഒരു ഡിസ്കിൻ്റെയും കേസ് നമുക്കൊന്ന്
അനലൈസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു റിങ്ങിൻ്റെ കേസ് കൺസിഡർ ചെയ്യാം. റേഡിയസ് 6 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു റിങ് ജസ്റ്റ് നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് റിങ്, നിങ്ങൾ എടുക്കുക. അതിൻ്റെ ഔട്ടർ സർഫസ് കൺസിഡർ ചെയ്തു. അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് എ ആയിട്ട് തന്നിരിക്കുന്ന. റോ ആണ് അതിൻ്റെ മാസ് ഡെൻസിറ്റി തന്നിരിക്കുന്നത്. ആ ഡെൻസിറ്റി തന്നിരിക്കുന്ന റോ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു എലമെൻ്റൽ ലെങ്ത്, ഇതാണ് ഇത്രയും ഒരു എലമെൻ്റൽ ലെങ്ത് ആ ഒരു റിങ്ങിൽ കൺസിഡർ ചെയ്തു. അതിനെ ഡി എന്ന് വിളിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു എലമെൻറ്റിൻ്റെ എന്താണ് ഏരിയ ഇൻറ്റു അതിൻ്റെ ലെങ്ത് ആയിരിക്കും അല്ലേ. അപ്പം വോളിയം ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി എൽ ആണ്. അങ്ങനെയാണെങ്കിൽ മാസ് ഇസ് ഈക്വൽ ടു എന്താണ്, നമുക്കറിയാം ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. മാസ് ഇസ് ഡെൻസിറ്റി റോ ഇൻറ്റു എ ഇൻറ്റു ഡി എൽ ആണ്. അതിൻ്റെ സെക്കൻഡ് മൊമെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, റോ ഇൻറ്റു എ ഇൻറ്റു ഡി എൽ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഫസ്റ്റ് മൊമെൻറ്റ് അല്ല, സെക്കൻഡ് മൊമെൻറ്റ് എടുക്കുമ്പോഴത്തേക്കും റോ ഇൻറ്റു എ ഇൻറ്റു ഡി എൽ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് വരും. ആർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഈ ഒരു ഇതിനെ കട്ട് ചെയ്തുകൊണ്ട് ഒരു ഇസഡ് ആക്സിസ് എടുക്കണം. ഓക്കെ, ഇസഡ് ആക്സിസ് കൺസിഡർ ചെയ്യണം. അതായത് നമുക്കറിയാം എക്സ് വൈ ഇസഡ് എന്ന് പറയുമ്പോൾ 3D ആയിട്ടാണ് വരുന്നത്. അപ്പം ഇസഡ് ആക്സിസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ആക്സിസിൽ നിന്നും ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ ആർ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും, റോ ഇൻറ്റു എ ഇൻറ്റു ഡി എൽ ഇൻറ്റു ആർ സ്ക്വയർ, ആ ഡിസ്റ്റൻസ് ആർ സ്ക്വയർ ആയിട്ട് നമുക്ക് എടുക്കാം, റേഡിയസ് ആർ സ്ക്വയർ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഐ ഇസഡ് ഈക്വൽ ടു എന്താണ്, ഇൻ്റഗ്രൽ നമുക്കറിയാം ഡി എം ഇൻറ്റു എന്താണ് എക്സ് സ്ക്വയർ ആണ് അല്ലേ. നമുക്ക് കിട്ടിയ ഐ ഇസഡ് എന്താണ് ഡി എം ഇൻറ്റു എക്സ് സ്ക്വയർ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഡി എം എന്ന് പറയുമ്പോൾ എത്രയാണ്, റോ ഇൻറ്റു എ ഇൻറ്റു ഡി എൽ എ ഇൻറ്റു ആർ സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് വേണം. ലിമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ എവിടെ തൊട്ട് എവിടം വരെ ആയിരിക്കും, ഒരു സർക്കംഫറൻഷ്യൽ ആയിരിക്കും അല്ലേ. സർക്കംഫറൻസ് മൊത്തത്തിലായിരിക്കും വരുന്നത് അല്ലേ. 0 തൊട്ട് ആ സർക്കംഫറൻസ് മൊത്തത്തിലായിരിക്കും അതിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ 0 to 2πr റോ എ ഇൻറ്റു ഡി എൽ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് വരും. ആർ സ്ക്വയർ ഇൻറ്റു റോ എ ഇൻറ്റു എല്ലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to 2π വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് ആർ സ്ക്വയർ ഇൻറ്റു 2πr എ ഇൻറ്റു റോ എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇത് വീണ്ടും എന്താണ്, ഇത് വീണ്ടും മാസ് അല്ലേ, ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ കിടക്കുന്നത്. ഡെൻസിറ്റി റോ ഉണ്ട് ഇൻറ്റു വോളിയം 2πr ഇൻറ്റു സർക്കംഫറൻസ് ഇൻറ്റു അതിൻ്റെ സർക്കംഫറൻഷ്യൽ ലെങ്ത് ഇൻറ്റു ഏരിയ. അപ്പം ആർ ഇൻറ്റു എം എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഐ ഇസഡ് ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇത് സിമെട്രിക് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഐ എക്സ് എസ് ഇസ് ഈക്വൽ ടു ഐ വൈ വൈ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, നേരത്തെ ലോയിൽ നിന്നും നമുക്ക് എന്താണ് ഐ ഇസഡ് ഇസ് ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ ആണ്. അപ്പോൾ ഐ എക്സ് എക്സും ഐ വൈ വൈ ഈക്വൽ ആയിട്ട് എന്താണ്, നമുക്ക് എന്താണ് ഐ ഇസഡ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഐ എക്സ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഐ ഇസഡ് ഇസ് ഈക്വൽ 2 ടൈംസ് ഐ എക്സ് എക്സ് ആണ്. അപ്പോൾ ഐ എക്സ് എക്സ് ഈക്വൽ ഐ വൈ വൈ ഈക്വൽ എന്ത് വരും, എം ആർ സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് റിങ്ങിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത്. മാസ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിങ്ങിൻ്റെ വാല്യൂ കിട്ടുന്നത് എം ആർ സ്ക്വയർ ബൈ 2 ആണ്. ഇനി അടുത്ത് നമുക്ക് എന്താണ്, നമുക്ക് ഇനി അടുത്ത് നോക്കേണ്ടത് നമുക്കൊരു ഡിസ്കിൻ്റെ കേസ് നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാസ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിംഗ് ആണ് പറയുന്നത്. റിങ്ങിൻ്റെ ഒരു ഫിഗർ ഞാൻ അവിടെ കാണിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ആ റിംഗ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു എലമെൻ്റൽ റിംഗ് ആണ്. അതിൻ്റെ റേഡിയൽ തിക്നെസ് ഡി ആർ അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ സെൻറ്റർ നമ്മൾ കൺസിഡർ ചെയ്യണം. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഡി ആർ എന്ന് പറയുന്ന ഒരു എലമെൻ്റൽ പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് 6 ഡിസ്റ്റൻസ് ആണ്, സെൻറ്ററിൽ നിന്ന് 6 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ദ റിംഗ് നമുക്ക് എങ്ങനെ എഴുതാം, 2πr ഇൻറ്റു ഡി ആർ ഇൻറ്റു ടി എന്നും പറഞ്ഞ് എഴുതാൻ പറ്റും അല്ലേ. നമുക്ക് ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഇവിടെ ലെങ്ത്തിന് വരെ തിക്നെസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. റിംഗ് ആയിട്ട് തിക്നെസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഡിസ്ക് ആയിട്ട് തിക്നെസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. മാസ് എങ്ങനെ കിട്ടും, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ദാറ്റ് ഇസ് 2πr ഇൻറ്റു ഡി ആർ ഇൻറ്റു ടി ഇൻറ്റു റോ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. നമുക്ക് എന്താണ് ഇവിടെ സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എടുത്ത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് ഇൻ്റഗ്രൽ ഇവിടെ എത്രയായിരിക്കും വരുന്നത്, ഇവിടെ ഒരു ഡിസ്ക് ആണ്. അപ്പോൾ നിങ്ങൾ ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, ഡിസ്ക് ആണ്. അപ്പോൾ 0 to r ആ ഒരു മൊത്തത്തിലുള്ള റേഡിയസിൽ എടുക്കേണ്ട, അതിൻ്റെ 0 മുതൽ r വരെ മൊത്തത്തിൽ കറങ്ങിയുള്ളൂ. അപ്പം 0 to r 2πr ഡി ആർ ഇൻറ്റു ടി ഇൻറ്റു റോ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. നമ്മൾ സെക്കൻഡ് മൊമെൻറ്റ് എടുത്തതിന് ശേഷമാണ് ഈക്വേഷൻ എഴുതുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്, 2π ടി റോ ഇപ്പോൾ കോമൺ എടുത്തു കഴിഞ്ഞാൽ r ക്യൂബ് ഇൻറ്റു ഡി ആർ എന്ന് വരും. r ക്യൂബിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ r⁴/4 r⁴ വരും. എന്താണ് നമുക്ക് എന്താണ് ക്യാപിറ്റൽ r കൊടുക്കാം. അപ്പം r⁴/4 എന്ന് വരും. 2π ടി റോ ഇൻറ്റു r⁴/4. 2π ടി റോ എന്ന് പറയുമ്പോൾ വീണ്ടും എന്താണ് നമുക്ക് വരുന്നത്, മാസ്സാണ് അല്ലേ. ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇവിടെ കാണുന്നത്, മാസ്സാണ് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് 2 ഈ 4 വെട്ടിയിട്ടാണ് 2 എഴുതിയിരിക്കുന്നത്. അപ്പോൾ എം ആർ സ്ക്വയർ/4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. എം ആർ സ്ക്വയർ/4 എന്ന് പറഞ്ഞ് കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം, അതിന് ശേഷം എന്താണ് ഐ എക്സ് ഇസഡ് ഇസ് ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ എഴുതാം. അപ്പോൾ ഐ ഇസഡ് ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ/2 ആണ്. അങ്ങനെയാണ് ഐ എക്സ് എക്സും ഐ വൈ വൈ ഈക്വൽ ആണല്ലോ. അപ്പോൾ ഐ എക്സ് എക്സ് ഈക്വൽ ടു ഐ വൈ വൈ പകുതി ആയിരിക്കും വരുന്നത്. അപ്പോൾ എം ആർ സ്ക്വയർ/4 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ആക്ച്വലി ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ റീഅറേഞ്ച്മെൻ്റ് ആണ് ചെയ്തേക്കുന്നത്. പൈ ആർ സ്ക്വയർ ടി റോ ഇൻറ്റു, അതായത് ഇവിടെ വരുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട, പൈ ആർ സ്ക്വയർ ടി റോ ഇൻറ്റു r²/2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്.
പൈ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തേക്കണം. നമുക്ക് എന്താണ്, നമുക്ക് മാസ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്തേക്കണം. പൈ ആർ സ്ക്വയർ ടി ഒ. അപ്പം ഏരിയ ഇൻറ്റു ഡെൻസിറ്റി ദാറ്റ് ഇസ് എന്താ കിട്ടും. അപ്പോൾ പൈ ആർ സ്ക്വയർ ടി ഒ ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2 അതാണ് എം ആർ സ്ക്വയർ ബൈ 2 ആയിട്ട് വന്നേക്കുന്നത്. ഐ ഇസഡ് ഇസ് ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ ആണ്. ഐ എക്സ് എക്സും ഐ വൈ വൈയും സെയിം ആണ്. അപ്പം എന്താണ് എം ആർ സ്ക്വയർ ബൈ 2 ആണ് കിട്ടുന്നത്. അപ്പോൾ ഓരോന്ന് എത്ര കിട്ടും, എം ആർ സ്ക്വയർ ബൈ 4 വെച്ചിട്ട് കിട്ടും. ഇനി എന്താണ്, ഇനി ഒരു സിലിണ്ടറാണ്. അപ്പോൾ നിങ്ങൾ ഈ മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സിലിണ്ടർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടാം. ഇപ്പം സിലിണ്ടർ എന്ന് പറയുമ്പം സെയിം ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സിലിണ്ടർ കൂടെ ഇൻക്ലൂഡ് ചെയ്യും.